മരുന്ന് കഴിക്കണ്ടേ? എന്തിനാ മോനെ എനിക്കിനി മരുന്ന്? മരുന്ന് കഴിച്ചാലല്ലേ അസുഖം മാറുള്ളൂ. എനിക്ക് അസുഖം മാറണ്ട. എന്നെ അങ്ങനെ മുകളിലേക്ക് വിളിച്ചാ മതി എന്റെ മകനെ. അച്ഛൻ അവിടെ ഇരിക്കും, മരുന്ന് കഴിക്കണ്ട കേട്ടോ. അയ്യോ മരുന്ന് കഴിക്കട്ടോ. മരുന്ന് എന്താണ് പപ്പി? പണിയൊന്നുമില്ലേ? എനിക്ക് വല്ല പണിയുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുമോ? തനിക്ക് പണിയില്ലേ? എനിക്ക് പണിയുണ്ടെ ഇപ്പം ഞാൻ നിന്റെ അടുത്ത് വരുമോ? എനിക്ക് വാ, നമുക്ക് ഇവിടെ എന്തെങ്കിലും പറഞ്ഞിരിക്കാം. അപ്പം നമുക്ക് ഇത് തന്നെ പണി. അത് വേറെ എന്ത് പണി? ഇവർ ഈ തല്ലിക്കൊന്ന് എങ്ങടെ കൊണ്ടുപോകണം? ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ കൊല്ലുണ്ട്. പഠിക്കാൻ കൊണ്ട് ഭയങ്കര മടിയെന്ന് വിനി. പഠിക്കാൻ മടിയാണല്ലേ? പഠിക്കാൻ മടിയാന്ന് വിനി. എവനെ സ്കൂളിൽ പോകില്ല. വയറുവേനെന്ന് പറഞ്ഞ് മനസ്സിൽ എന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് പോടാ. അച്ഛന് വെറുതെ പ്രാന്താണ് കേട്ടാ. നീ ചെല്ലണം, നീ ഞങ്ങളെപ്പോലെ ഉള്ളന്നാ മതി. അവര് പറഞ്ഞേട്ടാ അതാണ് നല്ലത്. ക്ലാസ്സിൽ പോയിട്ട് എന്തിനാണച്ചാ എപ്പോഴും പറയുന്നത് തല്ലി വിടും. ഞാൻ പറഞ്ഞാ എനിക്ക് താല്പര്യമില്ല. അതന്നെ എപ്പത്തിയടാ നീ? നല്ല രാത്രി എത്തിയോ? കോലൊക്കെ മാറിപ്പോയല്ല. പിന്നെ അവിടുത്തെ ഫുഡ്, ജോലി, അങ്ങനെയൊന്നുമില്ല. എടാ അവനെന്തി? അഖിലെന്തി? അഖില അഖില് അഖില തൊപ്പിയാണോ? തൊപ്പി. ആ തൊപ്പി. അവന്റെ പഴയ സ്വഭാവം ഇങ്ങനെ കറങ്ങി കിടപ്പുണ്ട്. ശരി, ഞാനേ നീ വണ്ടി തുടച്ചു നോക്ക്. ഞാൻ ഒന്ന് സുമേഷിന്റെ വീട് പോയിട്ട്. സുമേഷിന് വേറെ ഒന്ന് പോയടാ. നിനക്ക് അതിന്റെ പ്രശ്നം തീർന്നില്ലേ? എടാ അത് നീ പോയ എടാ ഞാൻ നമുക്കെല്ലാം കൂടെ സാധനം ഉണ്ട് ഗൾഫിൽ. ആ സാധനം എടാ നമ്മുടെ സുമേഷ് അവനായിട്ടുള്ള പ്രശ്നം ഞാൻ തീർത്തു തരും. നീ ധൈര്യമായിട്ടിരിക്കതേ. എന്നെ കാണുമ്പോ തന്നെ അവൻ ഞാൻ പറയണെല്ലാം ഓക്കെ. എടാ അതല്ലടാ നീ മിണ്ടണ്ട ബെന്നി. സുമേഷ ഞാൻ വന്നടാ. ഇവനെ എവിടെ പോയി ആരുമില്ല. എന്താണ് ഞാൻ മുത്തച്ഛനെ എന്തൊക്കെ കൊണ്ടുവന്ന് നോക്കിയ കമ്പിളി നല്ല ഷർട്ട് മുണ്ട് ഇതൊക്കെ ഇട്ട് പൊളിക്കും. ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടല്ലോടാ മുറ്റേ. അവരൊക്കെ എന്തിയേ? അച്ഛനമ്മ അമ്മ 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 കാര്യം പറയട്ടെ. ഇത് എത്ര നേരം ഇതേ വന്നേ വേഗം വന്നേ. ഞാൻ ഇന്നലെ വന്നത്. ഇന്നലെ വന്നിട്ട് വീട്ടിലൊന്ന് മുഖം കാണിച്ചത് സുമേഷിനെ കാണാൻ വേണ്ടി വന്നേങ്ങ. അവനെന്തേ? അമ്മ സുമേഷ് ഇതെന്താണ്? അച്ഛൻ എന്തേ? അച്ഛൻ എന്തൊക്കെ മേടിച്ചാ നോക്കിയേ. ഞാൻ ഇന്നലെ വന്നത് കണ്ട. ഇത് അച്ഛന് ഉള്ള സാധനം. ഇത് അതിനത് പ്രത്യേക സാധനം നമ്മളെല്ലാവരും കൂടെ കൂടുന്നു. ഇത് നമ്മുടെ സുമേഷിന്. അവനെ കണ്ടില്ല. ഇത് സുമേഷിന്റെ കുഞ്ഞിന്. അവനെന്താ? കുഞ്ഞുണ്ട്. കുഞ്ഞിവിടെ ഉണ്ടായിരുന്നു. കുറച്ചങ്ങോട്ട് പോയി കളിച്ചിട്ടുണ്ട്. അമ്മ ഇത് വെള്ളം എന്താ? എത്ര നേരം ദാഹിച്ചിട്ട് വയ്യ. അമ്മ വെള്ളം കൊണ്ടാകുമ്പോ സുമേഷ് എന്തേ? അമ്മ സുമേഷ എടാ സുമേഷ സുമേഷ നീ എവിടെ പോയിക്കാ? ആടെ കളിപ്പിച്ച മതി. അതിന് വന്നേ. ഞാൻ വന്നേക്കാ. ആ പുറത്തേക്ക് വന്നേ. സുമേഷ സുമേഷ് അമ്മ 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 എന്താ പറ്റിയ? എന്താണ് അച്ഛാ ഞാനേ ആ ജോർജ് ചേട്ടൻ്റെ വീട്ടിൽ 2 ദിവസം പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ശരി. ആ മോനെ നിന്ന് ഓണമൊക്കെയല്ലേ പറയണ. ഉടുപ്പും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ? ഓ കൊച്ചിന് ഓണക്കൊടി എടുക്കണം. ഞാൻ വരുന്ന വഴിക്ക് മേടിക്കാം. ശരി. പറയുന്നു വിളിക്കല്ലടാ. അവൻ പോയിട്ട് വരട്ടെ. ഓ അച്ഛാ ഞാനത് ഓർത്തില്ല.
നീ ഇതൊക്കെ അവളെ തീർത്ത് ഈ ഞാൻ തന്നെ ഇവിടെ തീർന്നില്ല സുമേഷ്. അമ്മ പറയാൻ പോയതാ സുമേഷ. എന്റെ പോലെ നിന്നെ കാണാൻ വന്നടാ. നീ ഒന്ന് നോക്കടാ അവനെ, നീ ഒന്ന് നോക്കടാ അവനെ. നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലായിരുന്നോ? ഇപ്പൊ ഗൾഫിന് പോണേന് എനിക്ക് സത്യം പറഞ്ഞ വിഷമമൊന്നുമില്ല. നീ എങ്ങനെ ഇവിടെ പോയി തന്നാ എന്താണ് ഇത്രമാത്രം ആലോചിക്കണം? ഇത്രമാത്രം ആലോചിക്കണം എന്താണ്? ഒന്നുമില്ല, ഞാനേ വൈഫിനെ കുറിച്ചൊന്ന് ആലോചിച്ചു. മരിച്ചവരോ മരിച്ചു. ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടി എന്ന് വെച്ചാൽ എന്താ, എനിക്കൊരു സെക്കൻഡ് മാരേജ് ട്രൈ ചെയ്യാൻ പാടില്ല. രവി, മരിച്ചെന്ന് നീ പറഞ്ഞില്ലേ? എടാ, അവള് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നിന്ന് മരിച്ചിട്ടില്ല. അവളെനിക്ക് ഇനിയിപ്പോൾ എനിക്ക് വേറൊരു പെണ്ണിനെ അങ്ങനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് സെക്കൻഡ് മാരേജിൻ്റെ കാര്യം പറയുന്നു. രവി.